ഡാനി, കൊച്ചിയിൽ പ്രത്യേകിച്ച് പറവൂർ ഒപ്പം ദേശം ഒക്കെ വലിയ ആവേശത്തിലാണ് രാവിലെ മുതൽ, സംശയമില്ല. ഇപ്പോൾ പ്രവർത്തകരുടെ ആവേശം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപനത്തിന് ശേഷം. എപ്പോൾ സ്വന്തം നാട്ടിലേക്ക് സതീശനെത്തും? അത്തരം എന്തെങ്കിലും സൂചനകളുണ്ടോ? സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അവിടെ ജനങ്ങളെ കാണാൻ എത്തുമോ? മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം വലിയ ആവേശത്തിലാണ് പറവൂര്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെല്ലാം തന്നെ സ്വാഭാവികമായും. കാരണം വലിയ അതിൻ്റെ ഒരു ആവേശത്തിലും ആഹ്ലാദത്തിലേക്കും എല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. ഈ വാർത്ത അറിഞ്ഞത് മുതൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രിയപ്പെട്ട VDS എന്ന് തന്നെ അവർ ഉറപ്പിച്ച ആ നിമിഷം മുതൽ തന്നെ അവിടേക്ക് ഈ VD സതീശൻ്റെ ഓഫീസിലേക്ക് എല്ലാം തന്നെ വലിയ രീതിയിലേക്ക് പ്രവർത്തകർ എത്തിത്തുടങ്ങുന്നു എന്നതാണ്. അത് അടുത്ത ജില്ലകളിൽ നിന്ന് വരെ ആളുകളുണ്ട്. നമ്മുടെ കാസർഗോഡ് നിന്ന് വരെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര കണ്ട ഒരു ആവേശത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് അവർക്കൊരു നന്ദി പറയേണ്ടത് ഒരുപക്ഷെ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം വരാനുള്ളൊരു സാധ്യത വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ തിരക്ക് പിടിച്ച പണികൾ തീർച്ചയായും തന്നെ അനന്തപുരിയിൽ ബാക്കിയുണ്ട്. ഇതാ പ്രഖ്യാപനമേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത ഘട്ടത്തിലേക്കെല്ലാം തന്നെ നീങ്ങേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ക്രോഡീകരിക്കേണ്ടതുണ്ട്. ഇനിയും തിരക്കിട്ട പണി, ആദ്യ ഒരു പ്രഖ്യാപനം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളുള്ള കാര്യങ്ങളും എല്ലാം തന്നെ വരികയാണ്. അപ്പോൾ അതിനു മുൻപ് അദ്ദേഹം ഇവിടേക്ക് പറവൂരിലേക്ക്, എറണാകുളത്തേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ കൂടിയും അതൊരു പ്രതീക്ഷയായിട്ട് പറവൂരുകാരൻ നിലനിർത്തുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ പൊതുവെയും ആ ഒരു ആവേശത്തിലേക്ക് അദ്ദേഹം വന്നിറങ്ങുമെന്നൊരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ പറവൂരിൽ ചെല്ലുമ്പോൾ കാണുന്നതുമെല്ലാം അവർക്കൊരു ആത്മവിശ്വാസമുണ്ട്. VD സതീശൻ തന്നെയാകും മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്നെയാണ് തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹത്തിൻ്റെ ക്യാമ്പും എല്ലാം തന്നെ പ്രതികരിക്കുന്നത്. പറവൂരിൽ പൊതുവെയും നമ്മൾ രാവിലെ അവർ മറുപടി തേടുമ്പോഴെല്ലാം, ആളുകളുടെ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴെല്ലാം, പ്രത്യേകിച്ച് മുനമ്പത്തും അവിടെയും ചെല്ലുമ്പോഴെല്ലാം തന്നെ കാണുന്നത് അത് വൈപ്പിൻ മണ്ഡലമാണ് മുനമ്പം. അവിടേക്കെല്ലാം ചെല്ലുമ്പോൾ ഈ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ, തങ്ങളുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ തങ്ങൾക്കുള്ള ആത്മവിശ്വാസം വളരെ വലുതാണ് എന്ന് പറയുന്നു. അതാണ് മുനമ്പത്തുകാർ പറയുന്നത്. 10 മിനിറ്റ് കൊണ്ട് തങ്ങളുടെ പ്രശ്നം മുഴുവനായി തീർക്കുമെന്ന് ഉറപ്പ് നൽകിയ ഒരാളാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. 10 മിനിറ്റ് അതിലധികം എടുത്തോട്ടെ, എങ്കിലും മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം അതിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തുമെന്ന്, അദ്ദേഹത്തിൻ്റെ വരവിനെ തങ്ങൾ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ആ മുനമ്പത്തുകാർ പറഞ്ഞത്. വളരെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് പറയുന്നു. ആലുവയിലേക്ക് എല്ലാം തന്നെ പ്രതികരണങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കെയറയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നു, കൃത്യമായ രീതിയിൽ ഈ വിഷയങ്ങളെ അടയാളപ്പെടുത്തിയ ഒരാളാണ്, ഈ സമരമുഖങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരാളാണ്, തങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ശബ്ദമുയർത്തിയ ഒരാളാണ് അദ്ദേഹം. മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ പ്രതീക്ഷകൾ വളരെ വലുതാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. അതുകൊണ്ട് ഈ ഒരു ആവേശം അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തുമ്പോൾ, അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ അതാണ് അവിടെ പ്രതിഫലിക്കേണ്ടത് എന്നതാണ്. എങ്കിൽ കൂടിയും വലിയ ആവേശത്തിൽ എറണാകുളം ജില്ല കടന്നു പോകുന്നു എന്നതാണ്. ഇന്ന് വൈകിട്ടും എല്ലാം തന്നെയും പ്രകടനങ്ങളുണ്ട്. പറവൂർ കേന്ദ്രീകരിച്ചും എറണാകുളം ജില്ലയുടെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചും DCC ഓഫീസുകൾ കേന്ദ്രീകരിച്ചുമെല്ലാം പ്രകടനം നടക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചർച്ചകൾ നീണ്ടുപോകുന്നത് 3 നേതാക്കളും എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവർ തന്നെയെങ്കിലും ആരെക്കുറിച്ചെങ്കിലും അഭിപ്രായം പറഞ്ഞു പോയാൽ അത് ഏതെങ്കിലും ക്യാമ്പിൻ്റെ ഭാഗമായി, ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമായി ചേർത്ത് കെട്ടുമെന്നതുകൊണ്ട് ആരും തന്നെ ഈ കാര്യമാത്രമായ ഒരു നേതാക്കൾ വലിയ രീതിയിലുള്ളൊരു പ്രതികരണങ്ങളിലേക്ക് പൊതുവെയും ജില്ലയിലൊന്നും കടന്നിരുന്നില്ല. എന്നാൽ പ്രഖ്യാപനങ്ങളായിരിക്കുന്നു. എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ തങ്ങളുടെ നിലപാടുകളെല്ലാം തന്നെ അറിയിക്കുന്നു, തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വലിയ ചർച്ചകൾ നടക്കുന്നു. ഇനി ജില്ലയിൽ നിന്ന് എത്ര മന്ത്രിമാർ, ആരൊക്കെ മന്ത്രിമാരുടെ പട്ടികയിലേക്ക് ഉണ്ടാകും എന്നതെല്ലാം തന്നെ ആ ചർച്ചകളിലേക്ക് നടക്കുന്നു. അപ്പോൾ ഈ ചർച്ചകളുടെ ഒരു നെടുനായകത്വം വഹിക്കേണ്ട ഒരാൾ തന്നെയാണ് VD സതീശൻ. അതുകൊണ്ട് അദ്ദേഹം ഈ ദിവസങ്ങളിൽ അവിടെ തന്നെ തുടരും എന്ന രീതിയിലുള്ളൊരു അറിയിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദങ്ങൾ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.